അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ്. ഇതൊരു ടർക്കിഷ് പുഡിംഗ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി വേഗം റെസിപ്പിയിലേക്ക് പോവാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പുഡിങ്ങിൻ്റെ ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഗീ യൂസ് ചെയ്യാം, അതായത് ഡാൽഡക്ക പോലെയുള്ള ഗീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാർജറിൻ യൂസ് ചെയ്യാം. മാർജറിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഫ് പേസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ്. കാണാൻ ബട്ടറിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ അത് വെജിറ്റബിൾ ഓയിൽ നിന്നൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഐറ്റമാണ്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല. അതിപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റിഫൈൻഡ് ഓയിൽസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ മാർജറിൻ എന്ന് പറയുന്നത് അത്ര എക്സ്പെൻസീവ് അല്ല, നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബട്ടർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതാ നമ്മളെ ബട്ടർ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. വല്ലാതെ ചൂട് കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകരുത്, ചെറിയ ചൂട്ടിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 1/2 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമല്ലോ, അതേപോലെ നേരിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മൈദക്ക ബട്ടറിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് വറുത്താൽ തന്നെ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ബട്ടർ കുക്കീസിൻ്റെ സ്മെല്ലാണിപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. നമുക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ 1 കപ്പ് പാലിനൊക്കെയാണ് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 1/3 കപ്പ് പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ മൈദയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. അടിയിൽ പിടിച്ച് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു കട്ടിയിലാണ് കുറുക്കി എടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ. ഇനി ഇതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എഗ് ബീറ്ററോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ തന്നെ നല്ല സ്മൂത്തായി കിട്ടും. അല്ലാതെ തന്നെ നമ്മളൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുത്താൽ നല്ല കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റണം. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കുകയാണ്, ഇതിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേഗം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടിക്കൊടുത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ കാരമൽ ടോപ്പിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് അങ്ങോട്ട് ഉരുക്കിയെടുക്കാം. ഉരുക്കിയിട്ട് നല്ലൊരു കാരമലിൻ്റെ കളറായി വരുമ്പോൾ പിന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് കലക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ പഞ്ചസാര കാരമലൈസ് ആയി തുടങ്ങുന്നുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നല്ലൊരു കളറായി കിട്ടുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയം അടുപ്പ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കത്തിച്ചു കൊടുത്താൽ മതി. ഇനി നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കാരമലൈസ് ആയിട്ടുള്ള പഞ്ചസാര ആകെ കട്ട പിടിച്ച് കിടക്കും. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അതൊക്കെ മെൽറ്റായി കിട്ടും.
അപ്പോൾ ഇതാ നമ്മൾ കാരമൽ മിക്സും റെഡിയായി കിട്ടിയിട്ടുണ്ട്. കോൺഫ്ലോറിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. കോൺഫ്ലോറൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സ്ട്രോബെറിയോ കിവിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഫ്രൂട്ട് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഫ്രൂട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ കാരമൽ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ കാരമൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ പുഡിങ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി കൊടുത്തിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം നമ്മൾ പുഡിങ് തണുപ്പിക്കാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. ഇനി ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് അത്ര നല്ല പീസസ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ നല്ലത് നമ്മൾ ചെറിയ ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഗ്ലാസ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാമല്ലോ. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് നല്ല ക്രീമി ആയിട്ടുള്ള മേലെ നല്ലൊരു കാരമൽ ജെല്ലിയൊക്കെ ഉള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഈ ക്രീമിൽ നിങ്ങൾക്കൊരു ക്രഞ്ചിനെസ്സിന് വേണമെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചതോ അല്ലെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചറാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് കാരമൽ ടോപ്പിംഗ് താല്പര്യമില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഓറഞ്ച് ഫ്ലേവർ ടോപ്പിങ്ങോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ടോപ്പിംഗ് ഒക്കെ കൊടുക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻസിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.